എല്ലാവർക്കും ഡോണ കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് സോസേജ് കറിയാണ്. ചിക്കൻ്റെ സോസേജ് കറിയാണ്. ഇത് ചപ്പാത്തിക്കും ഇടിയപ്പത്തിനും അപ്പത്തിനും ഒക്കെ പറ്റിയ ഒരു നല്ലൊരു കറിയാണ്. ഇതിന് പറ്റിയ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. 3 സവോള വളരെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇത് 8 വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ആവശ്യത്തിന് വേണ്ട കറിവേപ്പില, പിന്നെ ചിക്കൻ സോസേജ് ഞാൻ 340 ഗ്രാം ഉണ്ട്. ഇത് വളരെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇതിന് ബാക്കി മസാല ഞാൻ കറി വെക്കുന്ന സമയത്ത് പറഞ്ഞു തരാം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഈ സോസേജിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഈ കറിക്ക് കുറച്ചുകൂടി നല്ല ടേസ്റ്റ്. ഞാൻ അല്ലാതെയും കറി വെച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് കുറച്ചും കൂടി ഫ്രൈ ചെയ്ത് കറി വെക്കുമ്പോൾ അതിന് കുറച്ചുകൂടി വളരെ നല്ല ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിതിപ്പം കുറച്ച് എണ്ണയിൽ ഒത്തിരി ബ്രൗൺ കളർ ഫ്രൈ ചെയ്യേണ്ട, ഒരു പകുതി ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം ഇത് സോസേജ് ഒന്ന് ഫ്രൈ ചെയ്യാം. സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയിലോ നിങ്ങൾക്ക് ഫ്രൈ ചെയ്യാം. എണ്ണ ചൂടാന് ശേഷം നമുക്ക് സോസേജ് ഇട്ട് കൊടുക്കാം. പകുതി സോസേജ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് വട്ടമായിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇത് ഓപ്ഷണലാണ്. അല്ലാതെയും കറി വെക്കാം. ഇതിൻ്റെ കളർ ഒന്ന് മാറുമ്പോഴത്തേക്ക് നമുക്ക് ഇതെടുത്ത് വെച്ചിട്ട് ബാക്കി സോസേജ് ഇട്ട് കൊടുക്കാം. ഒരു പകുതി സോസേജ് ഇതേ ഫ്രൈ ചെയ്ത് ഞാൻ ടിഷ്യൂ പേപ്പറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്, മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. ഞാൻ ഒരു പാനിലോട്ട് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. ആദ്യം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് വഴറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. നമുക്കിനി സവോള വഴറ്റാനായിട്ട് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിടുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഈ സോസേജിനകത്ത് ഉപ്പുണ്ട്. അതുകൊണ്ട് ഉപ്പ് കുറച്ചിട്ട് ഇട്ടാൽ മതി. ഒരുപാട് ഉപ്പിട്ട് കഴിയുമ്പോഴത്തേക്ക് കറി ആകെ കുളമായിപ്പോവും. അതുകൊണ്ട് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ഉപ്പ് ഇട്ടാൽ മതി. ഇപ്പം ഞാൻ കുറച്ച് ഉപ്പേ ഇടുന്നുള്ളൂ. സവോള നന്നായിട്ട് വഴറ്റണം. സവോള അതേ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. എന്നാലാണ് നമ്മുടെ ഇങ്ങനെ ആകുമ്പോഴാണ് നമ്മുടെ കറിക്ക് കുറച്ചും കൂടി ടേസ്റ്റും കറിക്ക് കുറച്ച് എന്താ പറയുക തിക്നെസ്സൊക്കെ കിട്ടത്തുള്ളൂ. ഈ ഒരു പരുവത്തിൽ ഇനി നമുക്ക് തീ ലോ ഫ്ലെയിമിൽ വെക്കുക. നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആണ്. തീ വളരെ ലോ ഫ്ലെയിമിൽ വെക്കുക. പൊടികളിൽ ഏറ്റവും മൂപ്പ് കൂടുതൽ മഞ്ഞൾപ്പൊടിക്കാണ്. അതുകൊണ്ടാണ് മഞ്ഞൾ ആദ്യം ഇട്ട് മൂപ്പിപ്പിക്കുക. ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. ഇതിലോട്ട് 1 ടേബിൾ സ്പൂണോളം ഗരം മസാല ചേർത്തു. നന്നായിട്ട് ഇളക്കുക. 1/2 ടീസ്പൂണോളം പെരുംജീരകം പൊടിച്ചത്, 1 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. കാരണം ഞാൻ ഇതിനകത്ത് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അതിൻ്റെ എരിവുണ്ട്. നന്നായിട്ട് മൂക്കട്ടെ. അതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. ആ മസാല ഒന്ന് എനിക്ക് വേണമെങ്കിൽ ഇതിനകത്ത് തക്കാളി ചേർക്കാം കേട്ടോ. തക്കാളി നന്നായിട്ട് ചേർക്കുമ്പോൾ നന്നായിട്ട് വെന്തുടയണം. അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ മസാല എല്ലാം മൂത്തിട്ടുണ്ട്. നമുക്ക് ഫ്രൈ വെച്ചിരിക്കുന്ന സോസേജ് ഇട്ട് കൊടുക്കാം.
സോസേജിനകത്ത് ഉപ്പുണ്ട്, അതുകൊണ്ട് ഉപ്പിടുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം നിങ്ങൾ കറിയിൽ ചേർക്കാനായിട്ട്. എല്ലാം കൂടെ കൂട്ടി നന്നായിട്ട് ഇളക്കുക. നമുക്കിതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. തീ ഒരു ഹൈ ഫ്ലെയിമിൽ ഇടുക. ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് മീഡിയം തീയിലിടാം. വളരെ നല്ലൊരു കോമ്പിനേഷനാണ് ചപ്പാത്തിക്ക്, ഇടിയപ്പം, അപ്പം, പാലപ്പത്തിനൊക്കെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. മൂടി വെക്കാം. 10 മിനിറ്റ്സും കൊണ്ട് മതിയാവും. നിങ്ങൾക്ക് ചാറ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഗ്രേവിക്ക് അനുസരിച്ച് ഞാനിപ്പോൾ കുറച്ച് ചാറ് പറ്റിക്കുകയാണ്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് മതി. തീ വളരെ ലോ ഫ്ലെയിമിൽ ഇടുക. 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുവാണ്. കണ്ട, വളരെ കറി നല്ല തിക്കായിട്ട് ഇരിക്കുന്നതാണ്, നല്ല കുറുകിയാണ് ഇരിക്കുന്ന കറി. ഒരു 2-3 മിനിറ്റിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. കണ്ട, നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയായി. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അടിപൊളിയായിട്ടുണ്ട്. അപ്പം നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്ത റെസിപ്പിയായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.